പത്തനംതിട്ട തണ്ണത്തോട്ടിൽ KSRTC ബസ് സ്വീകരണ ചടങ്ങിനിടെ സംഘർഷം. ജനകീയ സമിതിയും ജനീഷ് കുമാർ MLAയ്ക്കൊപ്പം എത്തിയ CPM പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബസ് എത്തിച്ചത് ആരെന്ന തർക്കത്തിലായിരുന്നു സംഘർഷം. ജനകീയ സമിതിക്കൊപ്പമുള്ള SIF മുൻ ജില്ലാ പ്രസിഡന്റ് SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിനും മർദ്ദനമേറ്റു. സംഘർഷം ഉണ്ടാക്കിയത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് MLA ആരോപിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ വിവരങ്ങൾ പങ്കുവയ്ക്കും. നന്ദുഷ, എന്താണ് ഉണ്ടായത്? ഈ തണ്ണിത്തോട്ടിൽ KSRTC സർവീസ് ഇല്ലാത്ത വാർത്ത ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 വർഷമായി തണ്ണിത്തോട്ടിലേക്ക് KSRTC സർവീസ് ഇല്ലായിരുന്നു. ഇതിനെ തുടർന്ന് സർക്കാർ ബസ് സർവീസ് തണ്ണിത്തോട്ടിലേക്ക് അനുവദിക്കുകയായിരുന്നു. അതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. MLA അനുകൂലികളും അവിടുത്തെ ജനകീയ സമരസമിതിയും തമ്മിലായിരുന്നു തർക്കമുണ്ടായത്. MLAയുടെ സമഫലമായിട്ടാണ് ഈ ബസ് സർവീസ് അനുവദിച്ചെന്ന തരത്തിലായിരുന്നു MLA അനുകൂലികളുടെ പ്രചരണം. എന്നാൽ ഇതിനെതിരെ ജനകീയ സമരസമിതി രംഗത്തെത്തുകയും ജനകീയ സമരസമിതിയുടെ ഭാഗമായിരുന്ന മുൻ SFI ജില്ലാ പ്രസിഡന്റിന് തന്നെ MLA അനുകൂലികൾ തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയുണ്ടായി. ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മാസങ്ങളായി തണ്ണിത്തോട്ടിൽ ഈ സമരങ്ങൾ നടന്നു വന്നത്. ഈ സമരങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തതോടെയാണ് ഗതാഗത മന്ത്രി തണ്ണിത്തോട്ടിലേക്ക് KSRTC ബസ് അനുവദിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഏതായാലും നിലവിൽ MLA അനുകൂലികളും ജയകൃഷ്ണൻ, അതായത് SFI മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജയകൃഷ്ണനെ MLA അനുകൂലികൾ തല്ലുകയായിരുന്നു പരസ്യമായി. ജനകീയ സമരസമിതിയും MLA അനുകൂലികളും തമ്മിൽ പരസ്യമായി വാക്കേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംഗതികൾ കടന്നു. എന്നാൽ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ CPMന്റെ മുതിർന്ന നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ഏതായാലും ജയകൃഷ്ണനെ മർദ്ദനം ഏറ്റു എന്ന് തന്നെയാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന പരിസരവാസികളൊക്കെ തന്നെ പറയുന്നത്. സ്നേഹ. ശരി, പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ.